ഒന്ന് ഊതിക്കേ. ഞാനൊരു ഡോക്ടറാ. ഊതാൻ. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. ലൈസൻസാ, ചാർജ് ഷീറ്റ് എഴുതണം. ഐ ജസ്റ്റ് ഹാഡ് എ ബിയർ. താജിലൊരു പാർട്ടി അറ്റൻഡ് ചെയ്തിട്ട് വരുമോ ഞാൻ? ജസ്റ്റ് ഹാഡ് എ ബിയറോ? ബിയറിൽ എന്താ പാലാണോ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാ. ഓ, രണ്ടുപേരും ഡോക്ടേഴ്സാണോ? നിങ്ങൾ ആരായിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വെറുതെ ഡോക്ടർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഓക്കെ ലിസൺ, ഞങ്ങൾ ആരാന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കുന്നത്. ഈ വണ്ടി നേരെ കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ്. വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മീഷണർ സാറിനെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഡോക്ടർ നവീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓ, കമ്മീഷണറുടെ ഗസ്റ്റ് ആണോ? അപ്പൊ ഓക്കെ സാർ. എന്തോ ഓക്കെ. കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ മദ്യപിച്ചിട്ട് ഓടിക്കാന്നാ. നമ്പർ നോട്ട് ചെയ്തേ. ഏയ്, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഇത്ര നേരം മര്യാദക്കല്ലേ സംസാരിച്ചേ? വാട്ട്സ് ദ പ്രോബ്ലം? പ്ലീസ് സ്റ്റോപ്പ് രേണു. രേണു, സ്റ്റേ ഇൻ ദ കാർ. രേണു, അപ്പൊ വാളിയാ, നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം. ഇവനെപ്പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നായത് തന്നെ. നാട് നന്നാക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം കുടിക്കാതെ വണ്ടി ഓടിക്കാൻ നോക്ക്. കമ്മീഷണറുടെ ഗസ്റ്റ് ആയതുകൊണ്ട് വെറുതെ വിടുമെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ? പ്രശ്നം അവനല്ല, ആ പെണ്ണാടാ. പെണ്ണ? നീ എന്തീ പറയുന്നേ? അന്ന് വിദ്യ എന്താ എല്ലാ പെണ്ണുങ്ങളെയും റിജക്ട് ചെയ്തെന്ന് ചോദിച്ചില്ലേ? ഈ പെണ്ണ് കാരണം. ഞാൻ വിശ്വസിക്കില്ല. നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ കുട്ടൻസ്. നീ കൈക്കൂലി വാങ്ങുന്നുണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ കാര്യം ഇതാണല്ലേ. ട്രാഫിക് പോലീസുകാർ എല്ലാരും ഇങ്ങനെയാ. എല്ലാ പോലീസ് ഇവനെ പോലെ മോശക്കാരല്ല, നല്ലവരായ ചിലരും ഉണ്ട്. എന്താ നിനക്കൊരു ഫീലിംഗ്? ഈ പട്ടണത്തിൽ ഒരു ഭീകരമൃഗത്തിന്റെ കടിയേറ്റ് പലർക്കും ജീവഹാനി സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പട്ടണത്തിലെ ഈ ഭീകരമായ അവസ്ഥ കണ്ട് ജനങ്ങളെല്ലാം ആശങ്കാകുലരായിരിക്കുകയാണ്. സർക്കാർ ഇത് വിശകലനം ചെയ്യാനായി ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. വിദ്യേ, 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 വിദ്യ, വിദ്യ, വിദ്യ.
വിദ്യ വിദ്യ താഴേക്ക് വാ വിദ്യ വിദ്യ ഹലോ അളിയാം, നീ ഉടനെ സ്റ്റേഷനിലേക്ക് വാ. എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. വിദ്യയെ കാണുന്നില്ലടാ. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, എങ്ങും കാണുന്നില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ ആദ്യം സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പുറത്തു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്. CM ഫോട്ടോസ് എല്ലാം കണ്ടു സർ. ബാക്കി ഡീറ്റെയിൽസ് സംസാരിച്ചോണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് റേബീസ്, പേ പിടിച്ച നായ്ക്കളെ പോലെ. കടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തലച്ചോറിനെയാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരിലെല്ലാം ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് അത് മാത്രമാണ് പ്രവർത്തിക്കുക. ഈ വിഷബാധയേറ്റവര് 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ തുപ്പല് പോലും നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമ്മളും ആ രോഗത്തിനടിമയാകും. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷബാധയേറ്റവർ നമ്മളെ കടിക്കാതെ നോക്കണം. കടി കൊണ്ടവർ വേഗം മരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചലയുന്നതാണ്. സർ, യെസ്, ഇതിന് പ്രതിവിധിയുണ്ടോ സർ? ഈ വൈറസിന് ഇതുവരെ ഒരു നാട്ടിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സർ, യൂറോപ്പിലെ വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ മൊത്തം 4000 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4000 പേരും മരണപ്പെട്ടു. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുശേഷം മനുഷ്യന്റെ ഒരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്കെപ്പോഴും തോന്നുക കഠിനമായ വിശപ്പാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. വേഗം ആംബുലൻസ് വിളിക്ക്. രാജേഷ്, രാജേഷ്, DGP നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ തന്നിട്ടുണ്ട്. വൈറസ് ബാധയേറ്റവരാരായിരുന്നാലും ഒരു നിമിഷം പോലും വൈകാതെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു ഭ്രാന്ത് പിടിച്ച മൃഗമാണെന്ന് മറക്കരുത്. ഊട്ടിലേക്ക് വരുന്ന എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തേക്ക്. ആരും ഇങ്ങോട്ട് വരാനും പാടില്ല, ആരും ഇവിടുന്ന് പുറത്ത് പോകാനും പാടില്ല. പടരാതെ ശ്രദ്ധിക്കാന്നല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല.